ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കോയിനെ കുറിച്ചല്ല. ഒരു നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു സാധനം ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു. ആൻഡ് സാധനം കൈ കിട്ടി നേരെ കൊണ്ടുപോയി ശശികുട്ടൻ്റെ കൈ കൊടുത്തു. ശശികുട്ടൻ നല്ല ഉത്സാഹത്തോടെ അത് കുത്തി തുറന്നു. പണ്ട് അമ്പലപ്പറമ്പിലൊക്കെ വാങ്ങി കിട്ടുന്ന നല്ല ഒരു സ്റ്റീം ബോട്ടായിരുന്നു അത്. ബൈ വൺ ഗെറ്റ് വണ്ണിൽ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഒന്നിനൊക്കെ ഒന്ന് ശശികുട്ടന് ഈ രണ്ട് ബോട്ടും വണ്ടറടിച്ച് നോക്കിയിരുന്നു. ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നായി അടുത്ത ചോദ്യം. പിറകിലുള്ള രണ്ട് കുഴലുകളിൽ വെള്ളം നിറച്ച് ബോട്ടിൻ്റെ ഉള്ളിൽ തീ കത്തിച്ച് വെക്കുന്നു. അതിന് മുകളിലുള്ള കോപ്പർ ട്യൂബിലെ വെള്ളത്തെ നീരാവിയൊക്കെ പുറത്തു വിട്ടാണ് ബോട്ട് മുന്നോട്ട് ചലിക്കുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാൻ കുളമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ബോട്ട് കത്തി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പ്രോഡക്റ്റുകൾ അളവൊക്കെ ചെയ്ത് റോഡിൻ്റെ സൈഡിൽ ഈ ചെറിയ ഫുഡ് കളിക്കേണ്ട വളരെ ചെറുതായതും വലിയ മലിന ചില ഘടകങ്ങൾ ചെയ്ത് ഞാൻ യാത്ര ചെയ്തു. എന്നാൽ ഈ റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരായിട്ട് എന്തായിരിക്കും ചിന്തിച്ചത്? റോഡും സ്പീഡ് ബ്രേക്കറും കുളവും എല്ലാം ഒരുമിച്ച്. റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടായാലും അങ്ങനെ മഹത്തായ ചിന്താഗതികൾ ഉരുത്തിരിഞ്ഞ് ഈ റോഡും കുളവും ചേർന്ന സ്ഥലത്തൂടെ ഞാൻ ബോട്ട് ഓടിച്ച് കളിച്ചുകൊണ്ടേയിരുന്നു. 5 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നന്നാക്കുന്ന ഈ റോഡ് എല്ലാ പ്രാവശ്യം മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. ഈ ഒരു സമയം ശശികുട്ടൻ ഒപ്പരമില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ചക്കമ്പേതാണ് ഒരു ബോട്ട് ലാലേട്ടൻ ഫാനാണെന്നൊരു സംശയം. ഒരു ഭാഗത്തേക്ക് മാത്രം നല്ലൊരു ചരിവുണ്ട്. അപ്പോൾ അതേ ലാലേട്ടൻ ബൈക്ക് ആ ബോട്ടിൻ്റെ ചരിവ് ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ പുഴയിൽ കണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് ഭയങ്കര വെറുതെ കളഞ്ഞു.